ഞാൻ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ സീരിയസ് ആയ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് SITയുടെ മേൽ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ്. കോടതിയുടെ നിരീക്ഷണം നമ്മൾ വായിച്ചതാണ്. ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം ഈ SITയുടെ കാര്യത്തിൽ ഒരു ആലസ്യം ബാധിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സംശയിച്ചതാണ്. പത്മകുമാറിന്റെ അധ്യക്ഷനായ ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങൾ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതിൽ കോടതി തന്നെ പരിഭവം പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നു ഈ SITയിൽ വിശ്വാസക്കുറവ് വരാനുള്ള കാരണം സമ്മർദ്ദത്തിനടിപ്പെടുന്നു എന്നാണ്. CBI ആണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാനും തയ്യാറാണ്. എന്തിനീ പഴി കേൾക്കണം? CBI വരട്ടെ, അന്വേഷിക്കട്ടെ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ സർക്കാരിന് വിട്ടുകൊടുത്തൂടെ? പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? അല്ല, ഒന്നാമത് ഒരു പഴിയില്ല എന്ന് മാത്രമല്ല, വസ്തുതകൾ കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ മഹേഷ് പണിക്കര് വെളിപ്പെടുത്തിയ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല ഇരിക്കുന്ന സ്ഥലത്തെ MLA അടൂർ പ്രകാശ്, ശബരിമല ഇരിക്കുന്ന സ്ഥലത്തെ MP ആന്റോ ആന്റണി, 2 കോൺഗ്രസ് നേതാക്കന്മാർ, ശബരിമല അംബാസിഡർമാരായി ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും, 2 പെരുങ്കള്ളന്മാരെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമലയുടെ ഭാഗമായ അയ്യപ്പ പൂജ അവിടെ നടത്തി എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ. അതുവഴി UDF കൺവീനർ അടക്കമുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ കബളിപ്പിച്ചു, സോണിയാഗാന്ധിയെ കബളിപ്പിച്ചു. പോറ്റിയെ ശബരിമലയെ മാത്രമല്ല കയറ്റിയത്, ഗോവർദ്ധനെ ശബരിമലയെ മാത്രമല്ല കയറ്റിയത്, സോണിയാഗാന്ധിയുടെ അടുക്കള വരെ കയറ്റി. അത് ശരിയാ അവിടെ പൂജ നടത്തിച്ചു എന്ന വസ്തുത വെളിപ്പെടുത്തുമ്പോൾ ഇത് ഞങ്ങളെന്തിനാണ് തലകുനിക്കുന്നത്? പോറ്റിയെ കയറ്റി എന്ന പാട്ട് മുസ്ലിം ലീഗ് എഴുതിയപ്പോൾ അത് കൃത്യമായി ഇപ്പോൾ ആരാണ് കേട്ടത് എന്ന കാര്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ വെറുതെ അത് മുസ്ലിം ലീഗ് നേതാവല്ല. ഞാൻ അതിനകത്ത് ക്ലാരിഫൈ ചെയ്തു. അങ്ങ് ഉദ്ദേശിച്ചത് കുഞ്ഞബ്ദുള്ളയാണെങ്കിൽ അദ്ദേഹം ഖത്തറിലെ കോൺഗ്രസിന്റെ സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്. മുസ്ലിം ലീഗ് ആണെന്നാണ് ഞാനും ധരിച്ചത്. മുസ്ലിം ലീഗ് അല്ല. ഞാൻ തിരുത്തുന്നു. അങ്ങേക്ക് തുടരാം. അതെ, അല്ല തിരുത്ത് തുടരണ്ട, ഒരു തിരുത്തൂടെ നടത്തിയത്. ഇത് ആദ്യമായി വിഷയം അവതരിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ തിരൂരിലെ കൺവെൻഷനിലാണ്. ഈ പാട്ട് എഴുതി അവിടെ കിടന്നിരുന്നു. ആ പാട്ട് ഔദ്യോഗികമായി പണം മുടക്ക് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. അത്രയും സമ്മതിക്കുമല്ലോ. KMCC അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത് ഞാൻ കണ്ടു. അത്രയും ഞാൻ കണ്ടു. വിദേശത്ത് വെച്ച് KMCCയുടെ വെല്ലുവിളി ഉണ്ടായിരുന്നു. KMCC ലീഗിൻ്റെതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ അതവിടെ നിൽക്കട്ടെ. പോറ്റിയെ കയറ്റിയെന്ന് പാട്ടുപാടി ഞങ്ങളെ കുത്തുമ്പോൾ പോറ്റിയെ ആരാണ് കയറ്റിയതെന്ന് വെളിപ്പെടുത്തപ്പെട്ടു. അതിവിടെ മാത്രമല്ല, സോണിയാഗാന്ധിയുടെ അടുത്തും. ആ ഗോവർദ്ധൻ എന്ന് പറയുന്ന കള്ളനെ രക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇറങ്ങിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കള്ളനെ രക്ഷിക്കാനാണ് ഇവർ 2 പേരും ഇറങ്ങിയിരിക്കുന്നതാണ് എൻ്റെ ഒന്നാമത്തെ വാദം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നു, 2 2ആയിട്ട് അന്വേഷിക്കട്ടെ. ഇപ്പം ഇന്ന് വന്ന പുതിയ കാര്യം എന്താണ്? പഞ്ചലോക വിഗ്രഹം, വാഹനം, ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവിടെ പരിശോധിക്കട്ടെ. പക്ഷെ പ്രശ്നം എന്താണ്? ഞാൻ എൻ്റെ ലീഗൽ സൈഡാണ് പറയുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, ആ ശില്പങ്ങൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടു എന്ന് പറയുന്നതാണ് 2019 തെറ്റ്. ആ തെറ്റ് തടയുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായി. ആ വീഴ്ചയുടെ ഭാഗമായി അതിന് നയിച്ചവർ ജയിലിൽ കിടക്കുകയാണ്. ബാക്കി കാര്യം നിയമപരമായി തീരുമാനിച്ച് വരേണ്ട കാര്യങ്ങളാണ്. 2, അങ്ങനെ കൊണ്ടുപോയ സാധനം അതിലെ ശില്പങ്ങളിലെ സ്വർണം ഊറ്റിയ സ്വർണം പോറ്റി ഗോവർദ്ധന് കൊടുത്തു, പണമുണ്ടാക്കി. ഗോവർദ്ധൻ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ സമ്മതിച്ചു, ഈ സ്വർണം ഞാൻ വാങ്ങി, എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ ദേവസ്വം ബോർഡിന് ഇത്രയും പൈസ കൊടുത്തു, മാല കൊടുത്തു. അതിനർത്ഥം എന്താണ്? കള്ളനെ പിടിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ കള്ളനെ പിടിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ കള്ളനെ പിടിച്ചതിനെ കുറിച്ച് രമേശ് ചെന്നിത്തല ഇന്ന് വാദിക്കുന്നത് എന്താണ്? ഗോവർദ്ധന്റെ കയ്യിൽ നിന്നെടുത്ത സ്വർണം അന്ന് കട്ടെടുത്ത ദ്വാരപാലക ശില്പത്തിലെ സ്വർണമാണോ? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ തർക്കം? ദ്വാരപാലക ശില്പങ്ങൾ ഈ പോറ്റ് കൊണ്ടുപോയി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചിട്ടില്ല. അത് ഗോവർദ്ധന് സ്വർണം കിട്ടിയിട്ടില്ല.
പിന്നെന്താ ചെയ്തിരിക്കുന്നത്? ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് വിറ്റു, അത് അന്താരാഷ്ട്ര ബന്ധമുള്ളയാളാണ്, അതൊരു വ്യവസായി ഇപ്പോൾ വെളിപ്പെടുത്തി, അത് മണി എന്ന് പറഞ്ഞ് പറ്റ ആളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പഞ്ചലോക വിഗ്രഹമാണോ ശില്പമാണോ തർക്കം? അതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പടി, വാതിൽ, ഈ 3 കാര്യമാണെങ്കിൽ പോറ്റിയും ഗോവർദ്ധനും കള്ളന്മാരാണ്. ആ കേസ് SIT ഫലപ്രദമായി അന്വേഷിച്ചല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഗോവർദ്ധൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, പോറ്റി ജയിലിൽ കിടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തൊണ്ടി മുതൽ പോലും പിടിച്ചിരിക്കുന്നു. തൊണ്ടി മുതൽ പിടിച്ചതിനെ രമേശ് ചെന്നിത്തല ചോദ്യം ചെയ്യുന്നത് ഈ കേസ് അട്ടിമറിക്കാനല്ലേ? അല്ലാതെ തൊണ്ടി മുതലാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. ഇതുമായി ബന്ധമില്ലാത്ത ദ്വാരപാലക ശില്പപാളിയിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണമല്ല അത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതെ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ട കാര്യം? ഇന്ന് തന്നെ ഗോവർദ്ധനെ ആ ജയിലിന്റെ വാതിൽ തുറന്ന് പുറത്തു വിടാനല്ലേ ചെന്നിത്തല പറയുന്നത്? അല്ല, ചെന്നിത്തല അങ്ങനെ ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല. പോറ്റി കള്ളം പോറ്റിയല്ല. സോണിയാഗാന്ധിക്ക് അയ്യപ്പന്റെ പൂജ നടത്തി. പിന്നെന്താ പറഞ്ഞു? ഞാൻ കേട്ടതാ. ഐ ചലഞ്ച് ചെയ്യൂ. ഞാൻ കേട്ടതാണ്. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. ആ സ്വർണം ഞാൻ കേട്ടതാണ്. ഞാൻ ഓൺ റെക്കോർഡാണ് പറയുന്നത്. ആ സ്വർണം അവിടുന്ന് കവർന്ന സ്വർണമാണെന്നുള്ളതിന് തെളിവെന്താണ്? ഇതാണ് ഗോവർദ്ധന്റെ വാദം. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിലെ വാദം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വാഴ്ത്തുപാട്ടായിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് കൂട്ടിക്കുഴയ്ക്കരുത്. ഒന്ന്, ഞാൻ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഗോവർദ്ധനും പോറ്റിയും ഊറ്റിയെന്ന SIT. ചെന്നിത്തല എന്താ പറയണത്? സതീശൻ എന്താ പറയണത്? ഇത് അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റു. ഈ പരസ്പര വൈരുദ്ധ്യം എന്തിനാണ്? SITയെ വെല്ലുവിളിക്കുന്നത്, ചെന്നിത്തലയും സതീശനും SITയെ വെല്ലുവിളിക്കുന്നത് ശബരിമല കേസ് അട്ടിമറിക്കാനും പോറ്റിയെയും ഗോവർദ്ധനെയും രക്ഷിക്കാനുമാണ്. അതിന് ഞാൻ വേറൊരു തെളിവ് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താ പുറത്തുവിട്ടിരിക്കുന്നത്? ഈ ആരോപണം ഉന്നയിക്കാൻ VD സതീശനോടൊപ്പം ഒരു വ്യക്തി നിൽക്കുന്ന ചിത്രം എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. അത് ഗോവർദ്ധനല്ല. ആ ചിത്രം ആരുടേതാണ്? സതീശൻ്റെ കൂടെ ഒരാളുണ്ട്. ഇനിയും സതീശൻ വെല്ലുവിളിച്ചാൽ കൂടുതൽ ചിത്രം ഞാൻ പുറത്തുവിടാം. ഇവർ ഗൂഢാലോചന നടത്തേണ്ട ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അല്ല, അത് ആരുടെ ചിത്രമാണ്? ഞാൻ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എനിക്കത് മനസ്സിലായില്ല. ആരുടെ ചിത്രമാണ്? അത് സതീശൻ പറയട്ടെ. സതീശന്റെ കൂടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അവിടെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ചിത്രത്തിലാണ് അങ്ങ് വരച്ചിരിക്കുന്നത്. അല്ലല്ല, അവിടെ എങ്ങനെയാണ് VD സതീശന്റെ കൂടെ സന്നിധാനത്ത് എത്രയോ പേര് വരുന്നു. അല്ലല്ല, രണ്ട് ഭാഗം ഞാനൊന്ന് വിശദീകരിക്കാം. ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും അടിയിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ കൂടെ ഒരു വ്യക്തി നിൽക്കുന്ന ചിത്രമുള്ളത്. ആ ചിത്രം വട്ടത്തിലിട്ടിട്ടുണ്ട്. ആ വ്യക്തിയെ അതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 2 ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ എന്താണ്? അവിടെ ഗോപാലകൃഷ്ണനും അറിയുമെങ്കിൽ ഞാൻ പറയട്ടെ ആ വ്യക്തി ആരാണെന്ന്. ഞാനൊന്ന് പറയട്ടെ, അങ്ങയോട് പറയട്ടെ. എൻ്റെ പോയിന്റ് ഇതാണ്. ശബരിമലയെക്കുറിച്ച് സതീശൻ പത്രസമ്മേളനം നടത്തുമ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തി പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ, അജീത് അറയിലിന്റെ കൂടെ, പോറ്റിയുടെ കൂടെ കൊടിമര പൂജ നടക്കുമ്പോൾ ശബരിമലയിലുണ്ട്. ശബരിമലയിൽ പോറ്റിക്കൊപ്പം നിൽക്കുകയും ശബരിമലയിൽ പോറ്റിക്കൊപ്പം സന്തത സഹചാരിയായി നിന്ന് തൊഴുകയും ചെയ്യുന്ന വ്യക്തി ഇവിടെ ഇറങ്ങി വന്ന് സതീശന്റെ കൂടെ നിന്ന് SIT ആക്രമിക്കുന്നത് പോറ്റിയെ സഹായിക്കാനാണ് എന്ന വാദത്തിന്റെ തെളിവാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ബഹുമാനപ്പെട്ട VD സതീശൻ നിഷേധിക്കേണ്ടത് ആ വ്യക്തി ആരാണ്? ആ വ്യക്തി 2014 ഈ പറയുന്ന കൊടിമര പൂജ നടക്കുമ്പോൾ പോറ്റിക്കൊപ്പം ശബരിമലയിലുണ്ടോ? പോറ്റിക്കൊപ്പം ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ വെച്ച് ഇപ്പോൾ സതീശൻ പത്രസമ്മേളനം നടത്തുന്നത് പോറ്റിക്ക് വേണ്ടിയാണെന്നാണ് എൻ്റെ വാദം. അത് ശബരിമലയ്ക്ക് വേണ്ടിയല്ല, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയല്ല, പോറ്റിക്ക് വേണ്ടിയുള്ള നാവായിട്ട് VD സതീശൻ മാറി പോറ്റിയുടെ നാവായിട്ട് മാറിയിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. ഇതുകൊണ്ടാണ് ഇത് കോടീശ്വരന് വിറ്റു എന്ന വാദം. പോറ്റിയൊന്നും ചെയ്തിട്ടില്ല, ഗോവർദ്ധൻ സ്വർണം എടുത്തിട്ടില്ല, ഇത് വിറ്റതാണ്. ചെന്നിത്തലയുടെ വാദം എന്താണ്? ആ സ്വർണം ഈ സ്വർണമല്ല. ഞാൻ ആ ബൈറ്റ് നോക്കുകയായിരുന്നു. ആ സ്വർണം ഈ സ്വർണം തന്നെയാണോ? ജുവലറിയിലുള്ളത് ആ സ്വർണം തന്നെയാണോ എന്നതിന് എന്താണ് ഉറപ്പ്? ആ ഉറപ്പ് നമുക്കുമില്ല. അനിൽകുമാർ, അങ്ങനെ ഒരു സംശയം സ്വാഭാവികമല്ലേ? അയാളെ തൊണ്ടി മുതൽ എവിടെ കൊണ്ടുപോയി ഗോവർദ്ധൻ? അത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമല്ലേ? രമേശ് ചെന്നിത്തല പറയുന്നത്. ഒരു വാക്ക്
SIT എന്ന് പറയുന്നവർ അന്വേഷിച്ച് ഗോവർദ്ധന്റെ കടയിൽ നിന്ന് സ്വർണം പിടിച്ചു. അത്ര സമ്മതിച്ചല്ലോ. ഗോവർദ്ധൻ ജാമ്യാപേക്ഷ എണ്ണ സമ്മതിച്ചിരിക്കുന്നത്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ മതിയപ്പാ. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഈ സ്വർണം ഊറ്റിയെടുത്തു, അതെ, ഞാൻ വാങ്ങിച്ചു, തൊണ്ടി മുതൽ വാങ്ങിച്ചു. ആ സ്വർണം ഈ സ്വർണമാണോ അല്ലയോ എന്നുള്ള തർക്കത്തിന് അവസാനമായി. ഇല്ലില്ല, അവസാനമായിട്ടില്ല. ആ സ്വർണം താൻ വാങ്ങി, പക്ഷെ ആ സ്വർണം ഇപ്പോൾ എവിടെ? അത് മറ്റേതെങ്കിലും വ്യവസായിക്ക് വിറ്റോ? അത് മറ്റേതെങ്കിലും ആളുകൾക്ക് വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കിയോ? നോക്കൂ, ഗോവർദ്ധൻ തിരികെ കൊടുത്തിരിക്കുന്നത് ഈ സ്വർണമല്ല. ഗോവർദ്ധൻ കൊടുത്തത് പ്രായശ്ചിത്തം കൊണ്ടുള്ള 10 പവനാണ്. ഇനി രണ്ടാമത് പിടിച്ചെടുത്തിരിക്കുന്നത് SIT. അതേ ബെയിൽ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. SIT ഭീഷണിപ്പെടുത്തി അതിന് തത്തുല്യമായ സ്വർണം തന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ജാമ്യത്തിൽ പറയുന്നത്. അപ്പൊ യഥാർത്ഥ സ്വർണം എവിടെ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഓക്കെ, എന്റെ വാദം തിരിച്ചൊന്ന് ഞാൻ പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ വാദം, സ്വർണമാണോ അന്താരാഷ്ട്ര വിപണിയിൽ കൊടുത്തത്, വിഗ്രഹമാണോ കൊടുത്തത്? രണ്ടും രണ്ടാണ്. സ്വർണവും കൊടുത്തു, വിഗ്രഹവും കൊടുത്തു. സ്വർണം വിറ്റെന്ന് ഇനി കൊടുക്കാൻ അയ്യപ്പം മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടും. അപ്പൊ പറയട്ടെ, രണ്ടുമില്ല. ഒരു കാര്യം, നമ്മൾ ചർച്ച പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയരുത്. നമ്മളൊരു വിഷയം നിയമപരമായിട്ടാണ് പറയുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം നോക്കൂ, വിറ്റതാണോ? അന്താരാഷ്ട്ര വിപണിയിലേക്ക് സ്വർണം പോയത്. തിരിച്ചു ചോദിക്കുന്നത് ഞാൻ പറയട്ടെ അനിൽകുമാർ, നമ്മൾ അധികം നേരം സംസാരിച്ചു. എനിക്ക് റിജിലേക്ക് പോകണം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലല്ല, അങ്ങയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ. എന്റെ സംശയം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഘട്ടത്തിലും ന്യായീകരിച്ചിട്ടില്ല. മനസ്സിലാക്കി തരാം. ഒന്ന്, ഒരു SIT സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. പിടിച്ചെടുത്ത സ്വർണം ആ സ്വർണം തന്നെയാണോ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? SITക്ക്. അത് SITക്കാണ്. അതെവിടെയാണ് തെളിയിക്കേണ്ടത്? കോടതിയിലാണ്. അതെ, അത് കോടതിയിലല്ലേ തെളിയിക്കേണ്ടത്. അതവർ തെളിയിച്ചോളും. ഇപ്പൊ എന്തിനാ ചെന്നിത്തല ആ സ്വർണത്തിന് വേണ്ടി ഗോവർദ്ധന്റെ വാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് കോടതി തെളിയിക്കട്ടെ. ചെന്നിത്തലയോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. കോടതിയിൽ അവർ ചെയ്യട്ടെ, പോലീസുകാരല്ലേ ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള സാവകാശം കൊടുത്ത് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു. പത്മകുമാർ ജയിലിൽ കിടന്നാലും ഞങ്ങൾ SITക്കൊപ്പം. ഞങ്ങളുടെ പാർട്ടി സഖാവായ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുമ്പോൾ അത് കുറ്റമാണ്. ആ കുറ്റത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ SITക്കൊപ്പം എന്ന് പാർട്ടി വ്യക്തമാക്കി. അതേസമയം അതാണ് എന്റെ വാദം. 2, കൂട്ടിക്കുഴയ്ക്കരുത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗോവർദ്ധന്റെ വാദം എന്താണ്? ഗോവർദ്ധന്റെ വാദം, സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം ഊറ്റി. ആ ഊറ്റിയ സ്വർണം ഞാൻ വാങ്ങിച്ചു. അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞതോടുകൂടി മോഷണം തെളിയിക്കപ്പെട്ടു. മോഷണം തെളിയിക്കപ്പെട്ട ഗോവർദ്ധൻ പ്രതിയാണ്. ബാക്കി ഞാൻ തീർക്കാൻ പറഞ്ഞില്ലല്ലോ. ശരി, അത് തന്നെയാണ് രമേശ് പറയുന്നത്. ഇപ്പൊ കണ്ടെടുത്ത് അല്ലല്ല രമേശ് ചെന്നിത്തല പറയുന്നതല്ല, ഇത് ഉരുക്കിയിട്ടില്ല. അങ്ങനെയൊന്നുമായിട്ട് തന്നെ വിദേശ വിപണി കൊടുത്തിരിക്കുകയാണ്. അല്ല, അതും സംശയിക്കാം. അന്വേഷണത്തിലൂടെ വരട്ടെ. നമ്മുടെ മുന്നിൽ കോടതി വിധി വന്നിട്ടില്ല. ഇതൊക്കെ SITയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. ശരി, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അങ്ങ് ഉന്നയിച്ച വളരെ ഗൗരവമേറിയ ഒരു വിഷയമുണ്ട്. എനിക്കൊന്ന് റിജിൽ മാക്കോറ്റിയുടെ പ്രതികരണം തേടി വരാം. ഒരു നിമിഷം. അത് ഞാൻ രണ്ടാം ഘട്ടത്തിലേ വരും. ഇനി രണ്ടാം ഘട്ടത്തിൽ അങ്ങേക്ക് ഏറെ സമയം ഞാൻ നൽകി. ഇല്ല, ഇത് അടുത്ത രണ്ടാം ഘട്ടത്തിൽ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.